ആളുകളുടെ പ്രതികരണം ആ രീതിയിലാണ്. ഇനി നമുക്ക് ഇപ്പോൾ സംഭവിക്കുന്ന മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. കണ്ണൂരിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയെന്ന് പരാതി. പട്ടാനൂർ UP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. ബോർഡിൽ എഴുതിയത് വേഗത്തിൽ പകർത്തി എഴുതിയില്ല എന്ന് പറഞ്ഞാണ് മർദ്ദിച്ചതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. 16-ാം തീയതി ഉണ്ടായി. 16-ാം തീയതി മോന് സ്കൂൾ വിട്ട് വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ് എന്നെ ഇങ്ങനെ മാഷ അടിച്ച് പുറത്ത് കൈവച്ചിട്ട് അടിച്ചത്. കുട്ടീനെ ഒരു പ്രാവശ്യമല്ല അടിച്ചത്, 4 പ്രാവശ്യം കുട്ടീനെ അടിച്ച്. അത് ഒരു മാഷം ഒരു സ്കൂളൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് 2 ദിവസം മരുന്ന് കൊടുത്തതിന് ശേഷം എക്സ്റേ എടുക്കണം. ഡോക്ടർ തന്നെയാണ് കേസ്. ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ അടിച്ച കുട്ടീനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൽ, പിന്നെ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടിക്കൽ നമുക്ക് പോലീസ് പരാതി കൊടുക്കണം. അപ്പോൾ ഡോക്ടർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത്, നമ്മളായിട്ട് എവിടെയും പരാതി കൊടുത്തിട്ടില്ല. അപ്പോൾ HM പറഞ്ഞ് നമ്മൾ മാഷോട് പറയാം. മാഷ് പറഞ്ഞ് എന്നാൽ ക്ലാസ് മാറ്റിക്കോ പറയാം. മാഷ് പറഞ്ഞ ഒരിക്കലും കൂടി ക്ഷമിച്ചൂടെ. ഞാൻ പറഞ്ഞ എൻ്റെ മോന് 1 വർഷം അങ്ങനെ അങ്ങ് പോകും, പഠിക്കാണ്ടായിപ്പോൾ അവിടെ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് മാറ്റി, A ക്ലാസ്സിലേക്ക് മാറ്റി. അപ്പോൾ ഇവന് വലിയ പ്രശ്നമൊന്നുമില്ല, A ക്ലാസ്സിൽ മാറ്റിയപ്പോൾ പ്രശ്നമൊന്നുമില്ല. നിഖിൽ A ആണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, എന്തായാലും അമ്മയുടെ വാക്കുകളാണ് കേട്ടത്. ക്ലാസ് മാറ്റിയപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു എങ്കിൽ പോലും വലിയ തരത്തിലുള്ള മർദ്ദനം കുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും നടപടിക്ക് സാധ്യതയുണ്ടോ? എന്താണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്? സ്വാതി, ഏതായാലും ഇതിലിപ്പോൾ നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞതുപോലെ ഇരിക്കൂറിലെ താലൂക്ക് ആശുപത്രിയിലായിരുന്നു ഈ കുട്ടിയെ ചികിത്സയ്ക്ക് കൊണ്ടുപോയിരുന്നത്. അവിടുത്തെ ഡോക്ടർ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ വീട്ടിലെത്തി കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ നടപടി എന്ന രീതിയിൽ ഇപ്പോൾ വരുന്നത്. 16-ാം തീയതിയാണ് ഈ സംഭവം നടന്നത് എന്നതാണ് പരാതിയിൽ പറയുന്നത്. കുട്ടി ഈ അധ്യാപകൻ ബോർഡിൽ എഴുതിയ കാര്യങ്ങൾ കുട്ടി പുസ്തകത്തിലേക്ക് പകർത്തി എഴുതുന്നതിന് വേഗത കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ പരാതി. കുട്ടിയും അക്കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ മർദ്ദനത്തിനെ തുടർന്ന് കുട്ടി പിന്നീട് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തുന്നു. ശരീരത്തിൽ വേദനയുണ്ട് എന്ന് അമ്മയോട് പറയുന്നു. ആദ്യം അവർ അത്തരത്തിൽ ഈ അടിച്ചു എന്ന് പറയുമ്പോഴും അധ്യാപകൻ ഇങ്ങനെ കുട്ടിക്ക് ഇത്തരത്തിൽ വലിയ പ്രശ്നമുണ്ടാകുന്ന രീതിയിലേക്ക് അടിച്ചു എന്ന് വീട്ടുകാരും കരുതിയിരുന്നില്ല. അങ്ങനെയാണ് ആ ഒരു ദിവസം അങ്ങനെ പോകുന്നത്. പക്ഷേ തൊട്ടടുത്ത ദിവസവും കുട്ടി ഇത്തരത്തിൽ വേദനയുണ്ട് എന്ന് തന്നെ പറയുന്ന സാഹചര്യം വന്നതോടുകൂടിയാണ് ഇരിക്കൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. അവിടെ എക്സ്റേ ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചപ്പോൾ കുട്ടിക്ക് ഈ ഇത്തരത്തിൽ ചതവുള്ളതായും നീർക്കെട്ട് രൂപപ്പെട്ടതായും ഡോക്ടർ കണ്ടെത്തുന്നു. പിന്നീടാണ് ഈ ഇത്തരത്തിൽ ഈ അധ്യാപകൻ അടിച്ച കാര്യം ഉൾപ്പെടെ ഡോക്ടറോട് പറയുന്നതും ഡോക്ടർ അക്കാര്യങ്ങൾ ചൈൽഡ് ലൈനിനെ അറിയിക്കുകയും ചെയ്യുന്നത്. സ്കൂൾ അധികൃതർ ഇക്കാര്യത്തിൽ പറയുന്നത് ഈ സ്കൂളിൽ ഈ അമ്മ വാക്കാൽ ഇത്തരത്തിൽ ഈ കാര്യം തൊട്ടടുത്ത ദിവസം തന്നെ പോയി ഈ അധ്യാപകൻ ഇങ്ങനെ മർദ്ദിച്ചു എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം ഈ പറയുന്ന അധ്യാപകനെ വിളിച്ചു വരുത്തി അധ്യാപകനോട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനി അത് ആവർത്തിക്കില്ല എന്ന രീതിയിൽ അധ്യാപകൻ സ്കൂൾ അധികൃതർക്ക് ഉറപ്പ് നൽകി എന്നതാണ് അധ്യാപകർ പറയുന്നത്. പക്ഷേ രേഖാമൂലമുള്ള പരാതി ഇല്ലാത്തത് കൊണ്ട് ഇതുവരെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഇനിയിപ്പോൾ ചൈൽഡ് ലൈൻ അവരുടെ നടപടികൾ ആരംഭിച്ച സ്ഥിതിക്ക് മറ്റ് നിയമപരമായ കാര്യങ്ങൾ കൂടി മുന്നോട്ട് പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ കുടുംബവും പോലീസിൽ പരാതി നൽകും എന്നൊരു തീരുമാനത്തിലാണ് നിലവിലുള്ളത്. സ്വാതി. ശരി നിഖിൽ.